കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ. ബ്രിട്ടീഷ് പെൺകുട്ടികളെ വശീകരിച്ച് ബലാത്സംഗം ചെയ്യുന്ന ഗ്രൂമിംഗ് ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് ദേശീയ അന്വേഷണത്തിന് രൂപം നൽകാനുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ശ്രമം പാർലമെന്റിൽ പരാജയപ്പെട്ടു. ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ബില്ലിലാണ് കൺസർവേറ്റീവ് പാർട്ടി ഭേദഗതി കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. എന്നാൽ 111 വോട്ടുകൾക്കെതിരെ 364 വോട്ടുകൾക്കാണ് ലേബർ സർക്കാർ ഈ ശ്രമം പരാജയപ്പെടുത്തിയത്. അന്വേഷണം നിരസിക്കുക വഴി ലേബർ സർക്കാർ ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മൂടിവയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെമി ബെഡ്നോച്ച് ആവർത്തിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തി. എന്നാൽ ഗ്രൂമിംഗ് സംഘങ്ങൾ നടത്തിയ ദുരുപയോഗത്തെക്കുറിച്ച് ഇതിനകം നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നും പുതിയ അന്വേഷണം ഇരകൾ ആഗ്രഹിച്ച നടപടി വൈകിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വാദിച്ചു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന മാഞ്ചസ്റ്ററിനടുത്തുള്ള ഓൾഡ്ഹാം കൗൺസിലിന്റെ അഭ്യർത്ഥന സർക്കാർ നിരസിച്ചതായി GB ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് വിഷയത്തിൽ നിലവിലെ തർക്കം ആരംഭിച്ചത്. ടെക് കോടീശ്വരനും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകനുമായ എലോൺ മസ്ക് ഈ വിഷയത്തിൽ നിരവധി പ്രകോപനപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെയർ സ്റ്റാമറെ ബ്രിട്ടനിലെ ബലാത്സംഗങ്ങളിൽ പങ്കാളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബ്രിട്ടനിൽ ആസൂത്രിതമായി ഭീകരമായി ഇപ്പോഴും നടക്കുന്ന കൂട്ടബലാത്സംഗത്തിനിരയായ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ഈ ലോകത്ത് നീതിക്ക് അർഹരാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ബ്രിട്ടീഷ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഗ്രൂമിംഗ് ഗ്യാങ്സുകളിലെ ബ്രിട്ടീഷ് പാകിസ്ഥാനികളുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ള മുൻ ഗവൺമെന്റ് ഫോറിൻ സെക്രട്ടറി സുവേല ബ്രേവർമാന്റെ പ്രസ്താവന വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഗ്രൂമിംഗ് ഗ്യാങ്സുകളിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് പാകിസ്ഥാനികളെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണമെന്ന ആവശ്യവുമായി റിഫോം UK നേതാക്കൾ പാർലമെന്റിൽ ആവശ്യമുന്നയിച്ചു. അവരെ മാത്രമല്ല, അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്ന വീട്ടുകാരെയും കൂട്ടുകാരെയും കൂടെ പാകിസ്ഥാനിലേക്ക് ഡിപ്പോർട്ട് ചെയ്യണമെന്നും അവർ ആവശ്യമുന്നയിച്ചു. UK ഗവൺമെന്റ് തങ്ങളുടെ കടമെടുപ്പ് ചെലവ് തുടർച്ചയായി വർദ്ധിപ്പിച്ചതിന് ശേഷം UK കറൻസിയായ പൗണ്ട് സ്റ്റെർലിംഗ് 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. സർക്കാർ സ്വയം ചുമത്തിയ കടമെടുപ്പ് ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ കൂടുതൽ നികുതി വർധനവിലേക്കോ ചിലവ് പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്കോ നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ബ്രിട്ടീഷ് പൗണ്ട് അമേരിക്കൻ ഡോളറിനെതിരെ 1.1% ഇടിഞ്ഞ് $1.233 കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. ആഗോളതലത്തിൽ കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് US പ്രവേശിക്കുന്ന ചരക്കുകൾക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്താനുള്ള നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതികൾ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്ന നിക്ഷേപകരുടെ ആശങ്കയെ തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാർ കടമെടുപ്പ് ചെലവ് വർദ്ധിപ്പിച്ചിരുന്നു. UK സമ്പദ് വ്യവസ്ഥയെ തകർത്തത് മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസിന്റെ മിനി ബജറ്റാണെന്നുള്ള പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ എതിർത്തുകൊണ്ട് ലിസ് ട്രസ് രംഗത്തെത്തി. താൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തുവെന്ന് പറയുന്നത് നിർത്താൻ കെയർ സ്റ്റാമറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ലിസ് ട്രസ് നിയമപരമായ കത്തയച്ചു. ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും തണുത്ത കാലാവസ്ഥ തുടരുന്നതിനാൽ ആശുപത്രികൾ അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്ന് NHS ഇംഗ്ലണ്ട് മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ സ്റ്റീഫൻ പോവിസ് പറഞ്ഞു. കോവിഡ് പകർച്ചവ്യാധിയുടെ മൂർധന്യ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സമ്മർദ്ദം തങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ദിനംപ്രതി ശരാശരി 5400 വൈറസ് ബാധിച്ച രോഗികളാണ് NHSകളിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഇൻഫ്ലുവൻസ ബാധിച്ച രോഗികളെക്കാളും 3 ഇരട്ടി കൂടുതലാണ്. എമർജൻസി കെയർ സംവിധാനം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യാഴാഴ്ച പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹൃദയസ്തംഭനം പോലുള്ള ജീവന് ഭീഷണിയായ കാറ്റഗറി 1 കോളുകളുടെ ശരാശരി ആംബുലൻസിന്റെ പ്രതികരണ സമയം ഡിസംബറിൽ 8 മിനിറ്റ് 40 സെക്കൻഡ് ആയിരുന്നു. 7 മിനിറ്റ് ആയിരുന്നു ലക്ഷ്യം. ഹൃദയാഘാതവും അതുൾപ്പെടുന്ന കാറ്റഗറി 2 കോളുകൾക്ക് ഇത് 47 മിനിറ്റ് 26 സെക്കൻഡ് ആയിരുന്നു സമയം. 18 മിനിറ്റ് ലക്ഷ്യമിടുന്ന സ്ഥാനത്തായിരുന്നു ഇത്. A&E സന്ദർശിക്കുന്ന രോഗികളിൽ വെറും 71% പേർ മാത്രമാണ് 4 മണിക്കൂറുകൾക്കുള്ളിൽ കാണുകയും ചികിത്സിക്കുകയും അല്ലെങ്കിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തിരുന്നത്. ഭയാനകമായ ശൈത്യകാല പ്രതിസന്ധിയാണ് NHS നേരിടുന്നതെന്ന് സൊസൈറ്റി ഫോർ അക്യൂട്ട് മെഡിസിൻ പ്രസ്താവനയിൽ പറഞ്ഞു. അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾ ആക്രമിച്ചതിനെ തുടർന്ന് വെയിൽസിൽ ഒരു സ്കൂൾ പൂട്ടി. മുൻ വിദ്യാർത്ഥി സ്കൂളിലെ വസ്തുവകകൾക്കും കാറുകൾക്കും കേടുപാടുകൾ വരുത്തുകയും 3 സ്റ്റാഫ് അംഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വെയിൽസിലെ ന്യൂപോർട്ട് ഹൈസ്കൂൾ പൂട്ടിയത്. 3 അധ്യാപകർക്ക് വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ഗെയിൻ പോലീസ് അറിയിച്ചു.
മാഞ്ചസ്റ്റർ എയർപോർട്ടിന് സമീപമുള്ള 50 മൈൽ സോണിൽ 85 മൈൽ വേഗതയിൽ തന്റെ റേഞ്ച് റോവർ ഓടിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിന് 2 മാസത്തെ ഡ്രൈവിംഗ് ബാൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ഹാരി മഗ്വയർ 50 മൈൽ മേഖലയിൽ മണിക്കൂറിൽ 85 മൈൽ വേഗതയിലാണ് താൻ ഓടിച്ചതെന്ന കുറ്റം സമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് 56 ദിവസത്തേക്ക് വിലക്കും 1052 പൗണ്ട് പിഴയും ബോൾട്ടൺ മജിസ്ട്രേറ്റ് കോടതി ചുമത്തിയത്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.